ഞാൻ ഇൻ ബിറ്റ്വീൻ സ്ക്രീൻഷോട്ട് എടുക്കുകയാണ് ചെയ്യുക അറ്റൻഡൻസ്. സോ എല്ലാവരും ശ്രദ്ധിക്കുക, ലീവ് ചെയ്യരുത്. ഓക്കെ. So we were discussing about different types of system software. We discussed loaders, linkers, macro processors. Then last one more. It's regarding device driver. Device driver. So you have to write one side heading, device driver. Okay. So in the class itself, now online, offline class, device driver is also an example for system software. Okay. Then what is the purpose of having a device driver in our computer? ഓർക്കുക, നമ്മുടെ കമ്പ്യൂട്ടർ ഡിഫറെൻറ്റ് പെരിഫറൽ ഡിവൈസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഹാർഡ്വെയർ ഡിവൈസ്, പ്രിൻ്റർ, സ്കാനർ, മോഡം എറ്റ്സെട്ര. അപ്പം ഇങ്ങനെയുള്ള ഡിവൈസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം ദർ ഡാറ്റ, അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഡാറ്റ യൂണിറ്റ് എങ്ങനെയുള്ളതാണെന്ന് നമുക്കറിയണം. നമുക്കതിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണം, ശരിയല്ലേ? ബിറ്റ്സ് ബൈ ബിറ്റായിട്ട് നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പം ഈ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഓർഗനൈസേഷനിൽ ആ ഒരു സ്ട്രീമൊക്കെ മാനേജ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഡെഫിനറ്റ്ലി ഒരു ഇൻ്റർഫേസ് വേണം. അപ്പം കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന കാര്യങ്ങൾ പ്രിൻ്ററിന് മനസ്സിലാവണം, പ്രിൻ്റർ പറയുന്ന കാര്യങ്ങൾ കമ്പ്യൂട്ടറിന് മനസ്സിലാവണം. ആ ഒരു ഇൻട്രാക്ഷൻ പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ദർ വി ആർ യൂസിങ് ആൻ ഇൻ്റർഫേസ് നോൺ ആസ് ഡിവൈസ് ഡ്രൈവർ. Okay, actually this device driver help to communicate with our computer's operating system. So when a device or external device want to communicate with our operating system, there we require a device driver. So device driver is an example for system software. So you have to write first point. When an external device like printer or scanner have to communicate with our operating system, there we need a device driver. Okay, and we can say it's an interface between user application and system hardware. It's an interface between user application and hardware. We can go for an example. Pande nammal while we are connecting our Nokia phone to our PC, Nokia phone PC like connect ചെയ്യുമ്പം we have to access all our contact details, images, videos from our mobile phone. So there we used a one device driver known as Nokia PC suite. Nokia PC suite. In Samsung itself, Samsung Studio, iPhone connect ചെയ്യുന്നവർക്കറിയാം, ഐഫോൺ കണക്റ്റിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഡിവൈസ് ഡ്രൈവേഴ്സ് ഉണ്ട്. ഓക്കെ, ദെൻ മെയിൻലി ദ മെയിൻ പ്രോപ്പർട്ടി ഓഫ് ഡിവൈസ് ഡ്രൈവർ എന്താണ്? മേ ബി ഇറ്റ്സ് എ പ്ലഗ് ആൻഡ് പ്ലേ ആയിരിക്കും. വൈൽ വി ആർ കണക്ടിങ് എ ന്യൂ ഡിവൈസ് ഓർ ന്യൂ കീബോർഡ് ഓർ ന്യൂ മൗസ് ഇൻ അവർ CPU, കണക്ടിങ് വിത്ത് CPU, നിങ്ങൾക്ക് കാണാം സെറ്റിംഗ് ഓട്ടോമാറ്റിക്കലി, ഫിനിഷിങ് അവർ സെറ്റപ്പ്. അങ്ങനെ പ്ലഗ് ആൻഡ് പ്ലേ ആയിട്ട് നമ്മുടെ എക്സ്റ്റേണൽ ഹാർഡ്വെയർ തന്നെ എന്ത് ചെയ്യുന്നു, അതിനുവേണ്ട സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ബിൽഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈസിലി നമുക്ക് എന്ത് ചെയ്യാം? We can communicate with our operating system. Clear? Then attendance വളരെ കുറവാണ്, only 29 members present. Anuja Pragashan. Anuja, good morning. What is the role of a device driver? Anuja. Muhammad Nasi. Muhammad Nasi. What is the role of a device driver? Nasif. Nasif, അവിടെ ഉണ്ടോ? Nasif, can you tell me about device driver? What is the role of device driver? ഒരാൾ റെസ്പോണ്ട് ചെയ്യണ്ട, ഇങ്ങനെ തന്നെ ഇരുന്നാൽ മതി കേട്ടോ. So we want to identify without a device driver, our operating system cannot be communicate with the input output device.
Okay, without n device driver, our operating system cannot communicate with the input output device. ഇനി ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ഡിവൈസുമായിട്ട് നമ്മുടെ സിസ്റ്റമായിട്ട് ഡിഫറെൻറ്റ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് കണക്റ്റഡ് ആണ്. ലൈക്ക് പ്രിന്റർ ഈസ് കണക്റ്റഡ്, സ്കാനർ, മേ ബി എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ഈസ് കണക്റ്റഡ്. അപ്പോൾ നമ്മുടെ പ്രൊസസ്സർ ഒരു റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ പ്രൊസസ്സർ ഈസ് ട്രൈങ് ടു ആക്സസ് എ ഡാറ്റ ഫ്രം മേ ബി ഫ്രം പ്രിന്റർ മേ ബി ഫ്രം സ്കാനർ. റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യുന്നു? അത് ഐഡന്റിഫൈ ചെയ്യുന്നു. ദെൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആ ഐഡന്റിഫൈ ചെയ്ത റിക്വസ്റ്റ് ആർക്ക് കൊടുക്കുന്നു? കറസ്പോണ്ടിങ് ഡിവൈസ് ഡ്രൈവറിനാണ് കൊടുക്കുക. അതിനുശേഷമാണ് ഡിവൈസ് ഡ്രൈവർ ആ പെരിഫറൽ ഡിവൈസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം, processor actually communicating with like printer or scanner or external hard disk, etc. The processor is generating the request, and that request is identified by the operating system. Operating system ആ റിക്വസ്റ്റിനെ പ്രോപ്പർ ആയിട്ട് ഒരു ഡിവൈസ് ഡ്രൈവറിലേക്കാണ് മാപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, so this is the diagram explaining these things. Here we have a running application there. In between we have Windows operating system. There is a driver which connect. This is the driver which connect our devices with the operating system. Then application is running. Operating system മനസ്സിലാവും ഏത് ഡിവൈസിനെയാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്. That information is passed to driver, means device driver. Then device driver is communicating with the device. Clear? Anjita, Arpit. Then മെയിൻ ഇതിന്റെ ആർക്കിടെക്ചർ ആൻഡ് അനാട്ടമി ഓഫ് ഡിവൈസ് ഡ്രൈവർ എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക് ഉണ്ട്. അവിടെ നമ്മൾ ഈ ഒരു ഫംഗ്ഷനാലിറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ഇൻ ദി ഫിഫ്ത്ത് മൊഡ്യൂൾ. ഫിഫ്ത്ത് മൊഡ്യൂളിൽ നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് പഠിക്കും. ഇപ്പൊ നിങ്ങൾ ഇത്രയും ഓർക്കുക. ഓൾസോ എൻ എക്സാമ്പിൾ ഫോർ സിസ്റ്റം സോഫ്റ്റ്വെയർ. കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. വിത്തൗട്ട് എ ഡിവൈസ് ഡ്രൈവർ പെരിഫറൽ ഡിവൈസസ് കാനോട്ട് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ദെൻ റിക്വസ്റ്റ് കംസ് ഫ്രം ദി ആപ്ലിക്കേഷൻ. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അത് പ്രോപ്പർ ഡ്രൈവറിലേക്ക് മാപ്പ് ചെയ്യുന്നു. Then driver can communicate with the device. Okay, this is the first part of our first module. It's all about different type of system software. Different type of system software. അപ്പോൾ ഇത്രയും ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. Have identified different type of system softwares starting from operating system. Then we discussed regarding different language translators. There we have compilers, interpreters, assembler, preprocessor. Okay, then we discussed about text editor, debugger, linker, loader, macro processor and device driver. Okay, അപ്പോൾ നിങ്ങൾ ഇവിടെ ഐഡന്റിഫൈ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് അറിയാം. There may be a chance of comparison between interpreters and compilers. Note down ചെയ്യാം. You have to identify the difference between compilers and interpreters. First question. Then second question, list out the difference between application software and system software. Application software and system software. Okay. Clear ആണോ ഈ ഒരു ഇൻട്രൊഡക്ഷൻ? ആമിന, ലിയാന, മറിയം, മിഥുൻ മോഹൻ. ക്ലിയർ? തേജ, തുളസി. ഓക്കെ. Midun, okay, thank you. Okay. And in the second part of first module, there we are discussing about a computer architecture. It's actually a theoretical machine. SIC എന്ന് പറഞ്ഞിട്ട് ഒരു മെഷീൻ നമുക്ക് പോയി വാങ്ങാൻ പറ്റൂല, സ്റ്റോറിൽ പോയിട്ട് വാങ്ങാൻ പറ്റൂല. പകരം ദിസ് SIC മെഷീൻ എന്താണ്? ഇറ്റ്സ് എ തിയററ്റിക്കൽ കോൺസെപ്റ്റ്. നമ്മുടെ ഇപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കമ്പ്യൂട്ടറും പെർഫോം ചെയ്യുന്ന ടാസ്ക് ഒക്കെ പെർഫോം ചെയ്യുന്നു എന്ന രീതിയിൽ തിയററ്റിക്കലി ഇംപ്ലിമെന്റ് ചെയ്തൊരു കോൺസെപ്റ്റ്. ഇറ്റ് ഈസ് എ ഹൈപ്പോത്തറ്റിക്കൽ മെഷീൻ. വി ആർ സെയിങ് SIC, സിംപ്ലിഫൈഡ് ഇൻസ്ട്രക്ഷണൽ കമ്പ്യൂട്ടർ. ഓക്കെ, നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാൻ പോകുന്നത് വി ആർ ഐഡന്റിഫൈങ് ആർക്കിടെക്ചർ ഓഫ് SIC മെഷീൻ. SIC മെഷീൻ എങ്ങനെയാണ് ഉണ്ടാവുക? ദെൻ we have some programming examples related to SIC machine. And also we are discussing about SIC bar XE machine. SIC bar XE machine. Extra equipment, which means already നമ്മൾ പഠിക്കുന്ന SIC-നേക്കാൾ കുറച്ചുകൂടി എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഒരു SIC മെഷീനെ കുറിച്ചും കൂടി നമ്മൾ പഠിക്കും. ഓക്കെ, അതാണ് നമ്മൾ സെക്കൻഡ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് വേണ്ട കുറച്ച് കോൺസെപ്റ്റ് നമുക്ക് ഇവിടെ റീവൈൻഡ് ചെയ്യാം. We discussed about
text editor as an example for system software, discussed about compiler, discussed regarding loaders and linker. Okay. Then when we are writing an assembly language program, there we need a assembler to translate assembly language program into machine code. Assembly language program into machine code. That you have to remember. Next question in the first part will be like, is operating system is machine dependent? You can expect one question like, is our operating system is machine dependent? Anupamയുടെ ലോജിക്കൽ എന്ന് പറഞ്ഞേ, is our operating system is machine dependent or not? Arpit, operating system machine dependent ആണോ? So you people have knowledge in COA, computer architecture. Last semester നമ്മൾ പഠിച്ചു. So main features, ഒരു മെഷീന്റെ main feature എന്ന് പറയുന്നത് we can list out like, we should be familiar with the memory structure of the system. How much memory it have? Maybe 1 TB memory will be there. 500 GB will be there. 256 GB will be there. That is the memory structure. And then number of registers available. Maybe based on the CPU. CPU lana registers undava. Modern CPU like more number of registers we can expect. Then based on the data format, how the data is stored. Maybe in the form of BCD numbers, maybe binary numbers, hexadecimal processing. എങ്ങനെയാണ് data process ചെയ്യുന്നത്? Based on the instruction format. നമുക്കറിയാം CISC machine we discussed. CISC machine or RISC machine ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമ്മൾ പഠിക്കും computer can have a different number of instruction format. Instruction format means how instructions are decoded. We are familiar with one instruction like add a comma b, which means we are performing addition with the 2 operand a comma b. So computer architecture we should be familiar with the instruction format. Then instruction set, ഏതൊക്കെ instruction set ഉണ്ട്? Maybe arithmetic instructions we can perform, logic instruction we can perform, data movement operation we can perform. ഇങ്ങനെയുള്ള എന്തൊക്കെ instruction set available ആണ്? Then the addressing mode, how we are representing operand. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. We can either go for immediate, അല്ലെങ്കിൽ മെമ്മറിയിൽ പ്ലേസ് ചെയ്യാം, or indirect addressing. We can place in register. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സോ ഒരു മെഷീന്റെ ഫീച്ചർ എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്, ശരിയല്ലേ? ദെൻ ഇതിന് മേലെയാണ് ആക്ച്വലി വി ആർ ബിൽഡിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇതിന്റെ മേലെയല്ലേ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബിൽഡ് ചെയ്യുക. അപ്പൊ നമ്മൾ പറയും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓഫ് 32-bit ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓർ 64-bit ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പൊ തന്നെ മനസ്സിലായി ഒരു ഹാർഡ്വെയർ കൺസേൺ അതിലുണ്ട്. വി ആർ ഓൾസോ കൺസിഡറിങ് അവർ അണ്ടർലൈൻ ഹാർഡ്വെയർ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് പ്രോസസ്സിനെ മാനേജ് ചെയ്യേണ്ടത്. ഇറ്റ് ഹാവ് ടു മാനേജ് ഡിസ്ക്, ഇറ്റ് ഹാവ് ടു മാനേജ് ഫയൽ മാനേജ്മെന്റ്, പ്രോസസ് മാനേജ്മെന്റ്. ഇതൊക്കെ മാനേജ് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. സോ ഒരു കൺസേൺ നമ്മൾ പറയുകയാണെങ്കിൽ മോർ തിങ്സ് റിലേറ്റഡ് ടു ഹാർഡ്വെയർ ഫീച്ചേഴ്സ്. സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മെയിൻലി മെഷീൻ ഡിപ്പെൻഡന്റ് ആണ്, കുറെയൊക്കെ മെഷീൻ ഡിപ്പെൻഡന്റ് ആണ്. ഇസ് ദാറ്റ് ക്ലിയർ? അനുപമ, നിവേദ്യ, പ്ലീസ് റെസ്പോണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം മെഷീൻ ഡിപ്പെൻഡന്റ് ആണ്. മറിയം, ലിയാന, എല്ലാരും ബെഡിലാണോ? വേക്കപ്പ്. സിഷാജ്, സഫീൽ, സാരംഗ്, പ്ലീസ് റെസ്പോണ്ട്. സാരംഗ്, വിഷ്ണു. Okay, Sarang, thank you. Then Aishwarya, Agil CV, Ramshada, Hrudul, Ligit. Respond ചെയ്തേ chat box ല്. എല്ലാരും എഴുന്നേൽക്ക, വേക്കപ്പ്. വൈഷ്ണവി, യാദവ്, തുളസി. Okay, Ligit, thank you. Muhammad Salih, thank you. So this is regarding our system software. We can say it is very close to hardware features, machine dependence. Okay. Then you have to write one side heading, simplified instructional computer. Simplified instructional computer. Simplified instructional computer. Write one more line. Is a theoretical machine or hypothetical computer. Hypothetical computer. It have all features found in real machine.
അതായത് മാർക്കറ്റിൽ പോയിട്ട് നാളെ നിക്ഷാനിലോ നന്ദിലത്ത് ജിമാർട്ടിലോ പോയിട്ട് നിങ്ങൾ ഒരു SIC മെഷീൻ തരണം എന്ന് പറഞ്ഞാൽ അവർക്ക് തരാൻ പറ്റില്ല. ഇറ്റ് ഇസ് നോട്ട് അവൈലബിൾ ഇൻ ദി മാർക്കറ്റ്, ബട്ട് ഇറ്റ് ഹാവ് ഓൾ ഫീച്ചേഴ്സ് ഓഫ് അവർ റിയൽ കമ്പ്യൂട്ടർ, റിയൽ മെഷീൻ. ഓക്കെ, ദെൻ മെയിൻ ഫീച്ചർ ഇസ് ദാറ്റ് ഇറ്റ് ഇസ് എ ഫണ്ടമെന്റൽ മെഷീൻ. ഇനിഷ്യൽ സ്റ്റേജിൽ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യോ, അതായത് നമ്മൾ ഒരു കമ്പ്യൂട്ടർ കണ്ടുപിടിക്കുന്നതിന് മുന്നേ വി ആർ ഐഡന്റിഫൈങ് എ പ്രോട്ടോടൈപ്പ്. പ്രോട്ടോടൈപ്പ് മീൻസ് വിച്ച് ക്യാൻ ആക്ട് ആസ് എ റിയൽ സിസ്റ്റം. പ്രോട്ടോടൈപ്പ് പോലെ നമ്മൾ കണ്ടുപിടിച്ചു, ഇറ്റ് ക്യാൻ ബിഹേവ് ലൈക്ക് അവർ റിയൽ സിസ്റ്റം. നമ്മൾ എന്നിട്ട് അതിൽ വി ആർ ടെസ്റ്റിംഗ് ഡിഫറെന്റ് അഡ്രസ്സിംഗ് മോഡ്, ഇൻസ്ട്രക്ഷൻ സെറ്റ് ഒക്കെ നമ്മൾ അതിൽ ടെസ്റ്റ് ചെയ്യും. ഹൗ ഒബ്ജക്ട് കോഡ് ആർ ജനറേറ്റഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കോൺസെപ്റ്റ് ആണ് SIC, സിംപ്ലിഫൈഡ് ഇൻസ്ട്രക്ഷണൽ കമ്പ്യൂട്ടർ. ഓക്കെ, then we can list out main features of SIC. നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് വൺ, മെമ്മറി ഓഫ് SIC മെഷീൻ. നമ്മൾ ഹൈപ്പോത്തറ്റിക്കൽ മെഷീൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇറ്റ്സ് നെയിം ഈസ് SIC, സിംപ്ലിഫൈഡ് ഇൻസ്ട്രക്ഷണൽ കമ്പ്യൂട്ടർ, ആൻഡ് വി ആർ ലിസ്റ്റിംഗ് ഔട്ട് ഇറ്റ്സ് മെമ്മറി ഫീച്ചേഴ്സ്. ഫസ്റ്റ് വൺ, മെമ്മറി. And in SIC machine, memory is byte addressable. Memory is byte addressable, which means we can access an information from the memory. We can access an information from the memory which is stored in 1 byte. അതായത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത 1 byte ഓഫ് ഇൻഫർമേഷൻ വരെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. 1 byte, അതായത് 8 ബിറ്റിൽ റെപ്രസെന്റ് ചെയ്ത ഡാറ്റ. മെമ്മറിയിൽ എവിടെയെങ്കിലും ഒരു 8 ബിറ്റ് ഡാറ്റ ഉണ്ടെങ്കിൽ വി ക്യാൻ ഈസിലി ആക്സസ് ദാറ്റ് memory. So it is byte addressable. Okay, and in this memory 3 consecutive bytes is known as word. ഈ ഒരു ടേം ഒക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. We are familiar with the term word. Here word is 3 consecutive byte. Okay, in SIC machine architecture we are saying 3 consecutive bytes as word. Okay, then here you can see total size of memory in SIC machine is similar to 2 raised to 15 bytes. It's around 32,768. ഇത് നിങ്ങൾ ഈ വാല്യൂ ബൈ ഹാർട്ട് പഠിച്ച് തന്നെ വെക്കണം. 2 raised to 15 bytes, 32,768 bytes memories are available in SIC machine. Clear? Aditya, good morning. What is an SIC machine? What is an SIC machine? Amina, good morning. What is an SIC machine? Hello. ഞാൻ ഓഡിബിൾ അല്ലേ? അമൽ രവീന്ദ്രൻ, യാദവ്, വൈഷ്ണ, റെസ്പോണ്ട് ചെയ്തേ. സോ ഈ മൊമെന്റിൽ ഞാൻ അറ്റൻഡൻസ് എടുക്കുകയാണ്. Yeah, it's a hypothetical machine having same features like our hardware computer. Thank you, Seven. Just wait here. Screenshot എടുക്കുകയാണ്. Your attendance. Ritik Sunil left. Sarang MK left. I am monitoring attendance through my mobile phone. എല്ലാം ഞാൻ കാണുന്നുണ്ട് കേട്ടോ. So memory is byte addressable. As I said, we can access 1 byte of information from the memory. Then regarding different registers available in SIC machine, you have to list out registers available in SIC machine. List out here. We have 5 registers in SIC machine. 5 registers in SIC machine. First one, A, known as accumulator register. Accumulator register that we used for arithmetic operation. You can write one line there. We have accumulator register. We are using for performing arithmetic operation. പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് when we are having a
one operand instruction format, operand is loaded into accumulator. So accumulator is also a special purpose register ആണ്. ഒരു one operand instruction perform ചെയ്യുമ്പോൾ default one first operand will resides in accumulator register. So in SIC machine, there we have an accumulator register. Second one denoted by X, it is index register. Denoted by X, it is an index register. Hyphen index register used for addressing. Index mode addressing നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ there will be a value in index register. അപ്പം ഓപ്പറന്റിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇൻഡെക്സ് രജിസ്റ്ററിലെ കണ്ടന്റും കൂടി നമ്മൾ യൂസ് ചെയ്യും. സോ ഇൻഡെക്സ് രജിസ്റ്റർ യൂസ്ഡ് ഫോർ അഡ്രസ്സിംഗ്. Then third one is L. It is linkage register. Hyphen ഇട്ട് എഴുതുക. Linkage register store the address during subroutine call. Linkage register store the address during subroutine call. Linkage register store the address during subroutine call. Then next we have a PC. We are familiar with the PC. It is program counter. Program counter. നിങ്ങൾക്ക് very familiar ആയിട്ടുള്ള term ആണ്. It is program counter. It contains the address of next instruction to be fetched for execution. Program counter contains the address of next instruction to be fetched for execution. Okay. Then last register available in SIC machine, it is SW, status word. Status word. Status word we used as a flag. Status word we used as a flag. Jump greater than എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ status flag ആണ് ചെക്ക് ചെയ്യുക. Jump greater than means if that condition is true, some flag value will get changed. So by observing that flag value, we can make the decision. അതാണ് കോൺസെപ്റ്റ്. സ്റ്റാറ്റസ് വേർഡ് ഇറ്റ്സ് ഓൾസോ എ രജിസ്റ്റർ. അവിടെ കുറെ കണ്ടീഷൻ കോഡ്സ് ഉണ്ടാവും. യു ക്യാൻ റൈറ്റ് വൺ സെന്റൻസ് ലൈക്ക് സ്റ്റാറ്റസ് വേർഡ് കണ്ടെയ്ൻസ് സം കണ്ടീഷൻ കോഡ്. സോ ആഫ്റ്റർ പെർഫോമിംഗ് ആൻ ഓപ്പറേഷൻ ആ പെർട്ടിക്കുലർ ഫ്ലാഗ് ചേഞ്ച് ആയിട്ടുണ്ടാവും. ആ ഫ്ലാഗ് നോക്കിയിട്ട് വി ക്യാൻ മേക്ക് ഡിസിഷൻ ദാറ്റ് പെർട്ടിക്കുലർ ബ്രാഞ്ച് ഈസ് നീഡഡ്. അങ്ങനെയുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ വേണ്ടി വി നീഡ് എ സ്റ്റാറ്റസ് വേർഡ്. ക്ലിയർ? പറഞ്ഞോ. നമ്പർ എന്താന്ന് പറഞ്ഞാല് നമ്മള് ഇതിനെ ഈ രജിസ്റ്റേഴ്സിലെ ഇൻസ്ട്രക്ഷനെ ഒക്കെ മെഷീൻ കോഡാക്കി മാറ്റും. അപ്പൊ മെഷീൻ കോഡാക്കി മാറ്റുമ്പം നമുക്ക് എയും എക്സും എല്ലും പി സിയും SW ഒന്നും നമുക്ക് മെഷീൻ കോഡിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പേഴ്സ് ആണിത്. ഇതിലേക്ക് നമ്മൾ പോകും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മൂവ് എക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഇൻസ്ട്രക്ഷൻ എഴുതിയാൽ ഹെക്സാഡെസിമലിലാണ് ആദ്യം ഇൻസ്ട്രക്ഷൻ കൺവേർട്ട് ആവുക. അപ്പൊ ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 0നെയും 1നെയും നമ്മൾ കൺവേർട്ട് ചെയ്യും. വിച്ച് മീൻസ് നമ്മളൊരു ഓപ്പറേഷൻ എഴുതുമ്പോൾ എ എന്ന് പറയുന്ന രജിസ്റ്റർ വേണമെങ്കിൽ നമുക്ക് അതിനെ 0 വെച്ച് ഡിനോട്ട് ചെയ്യാം. എക്സ് വേണമെങ്കിൽ നമുക്ക് അതിനെ 1 വെച്ച് ഡിനോട്ട് ചെയ്യാം. എൽ വേണമെങ്കിൽ നമുക്ക് 2 വെച്ച് ഡിനോട്ട് ചെയ്യാം. ഈ ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ പോകും കുറച്ച് കഴിയുമ്പോൾ. ഓക്കെ ഓക്കെ. ഇനി വരുന്ന എല്ലാ രജിസ്റ്റേഴ്സിനും ഇങ്ങനെ നമ്പർ കാണാൻ പറ്റും. ഓരോ ഇൻസ്ട്രക്ഷൻ ഒക്കെ നമ്പർ കാണാം. അന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഓർമ്മിപ്പിച്ചതിന് താങ്ക് യു. ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. കമ്മിങ് ടു അമൽ രവീന്ദ്രൻ ഓർ മിൻഹെജ്. ഗുഡ് മോർണിംഗ്. മിൻഹെജ്, you can expect one question like what are the different registers in SIC machine? 3 മാർക്കിന് എന്തായാലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. What are the different registers available in SIC machine? So you have to write A accumulator register, X index register, L PC, SW. SW means status word. കണ്ടീഷൻസ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. ഫ്ലാഗ് രജിസ്റ്റർ പോലെയാണ് അത് ആക്ട് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. ക്ലിയർ? സർ ഗുഡ് മോർണിംഗ്. എന്റെ റേഞ്ച് വാങ്ങിച്ചു സർ. നീ ഇപ്പം കംപ്ലീറ്റ് റേഞ്ച് ഔട്ട് ആണല്ലെങ്കിലും എനിക്ക് പഴയ താല്പര്യമൊന്നുമില്ല പഠിക്കാൻ. റാസി, നമ്മൾ മിൻഹേജിനെ ഒന്ന് ഉഷാറാക്കി എടുക്കണം കേട്ടോ. റാസി ഗുഡ് മോർണിംഗ്. പ്രിൻസ് രാധാകൃഷ്ണൻ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. കുറെ നാളായി പ്രിൻസിന്റെ സൗണ്ട് കേട്ടിട്ട്. പ്രിൻസ് ഗുഡ് മോർണിംഗ്.
Sir, good morning. Friends, what are the different registers available in SIC machine? Just on the list out here. Tulasi, good morning. Vaishnavi, good morning. Okay. ഇനി നമുക്ക് SIC machine architecture. Next we are discussing data format. How data represented in SIC machine. How data represented in SIC machine. So you have to write integers are stored in 24-bit binary numbers. Integers are stored in 24-bit binary numbers. അതായത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. In order to store a integer number, we need a word. അതായത് 3 കോൺസിക്യൂട്ടീവ് ബൈറ്റിലാണ് ഒരു ഇന്റിജർ നമ്പറിനെ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. Integer numbers are stored in 24-bit, first point. Then, in order to represent a negative number, we are using 2's complement representation. നമുക്കറിയാം നെഗറ്റീവ് നമ്പറിനെ നമ്മൾ സേവ് ചെയ്യുന്നത് 2's complement ആയിട്ടാണ് in the memory. Okay. Then characters like ABC, നമ്മൾ alphanumeric characters ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് it's their ASCII representation using 8-bit. ASCII representation ആണ്. We are using 8-bit to represent a character. Then in this architecture, we are not using floating point numbers. അതായത് ഫ്രാക്ഷൻ ഉള്ള നമ്പേഴ്സിനെ നമുക്ക് ഈ ബേസ് ആർക്കിടെക്ചറിൽ കൺസിഡർ ചെയ്യാൻ പറ്റൂല. That we are considering in extra equipment version. SIC bar XE machine is using floating point hardware. Here we have only integer numbers and characters. Base version ആണ്, first version ആണ്. So this is regarding data formats for SIC machine. അഭിനവ് ഇപ്പം വന്നാണ്. അഭിനവ് പറഞ്ഞ വാട്ട് ഇസ് SIC machine data format? സാറേ അതെന്നാ സാധാരണ തന്നെ ഇന്റിജേഴ്സ് 24-bit ആയിട്ട് ബൈനറി ആയിട്ട് സ്റ്റോർ ചെയ്യും. Yes. പിന്നെ മറ്റേ 2's complement എടുക്കുമ്പോൾ നെഗറ്റീവ്. Yes, exactly. Thank you. Then ഫ്ലോട്ടിംഗ് പോയിന്റ് ആവില്ല, ഇത് ബേസിക് ആണ്, അതിന് വേറെ ഉണ്ട്. Okay. അതെ, SIC bar XE machine ആണ് നെക്സ്റ്റ് വേർഷൻ. Okay. Then characters represented in 8-bit form. Their ASCII representation ആണ് നമ്മൾ എടുത്തിട്ട് 8-bit ഫോമിലേക്ക് മാറ്റുന്നത്. ക്ലിയർ അല്ലേ? ഫസ്റ്റ് മൊഡ്യൂൾ എല്ലാം സിമ്പിൾ ആണ്, നിങ്ങൾക്ക് ഈസിലി 20 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ കമ്പാരിസൺ ഒക്കെ പഠിച്ചു വെച്ചാൽ മതി. Okay, next going to instruction format for SIC machine. SIC മെഷീനിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഇൻസ്ട്രക്ഷനെ എൻകോഡ് ചെയ്ത് വെക്കുക? SIC machine instruction format. Okay, next line you have to write all instruction format in SIC machine is 24-bit in length. Instruction is in 24-bit in length. Okay. So opcode is represented with 8-bit. This is the instruction format. Opcode is represented with 8-bit. Opcode may be load or add or multiplication or performing store operation. That is represented by opcode. Then next you can see an X. X used to indicate indexed addressing mode or normal addressing mode. X equal to 0 means നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള നോർമൽ അഡ്രസ്സിംഗ് മോഡാണ് സിമ്പിൾ അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയാം. X equal to 1 represent ഇൻഡെക്സ് ടാർഗറ്റ് അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇൻഡെക്സ് രജിസ്റ്ററിലെ വാല്യൂ കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് എക്സ് ബിറ്റ് 1 ആകുമ്പോൾ മീൻ ചെയ്യുന്നത്. നമുക്ക് പറയാൻ പറ്റും x equal to 1, x equal to 1, which means target address is calculated as address plus x. Address plus ഇത് ഒന്ന് പറയാം കേട്ടോ, ഒന്ന് വെയിറ്റ് ചെയ്യാം. എക്സ് റെപ്രസെന്റ് ചെയ്യുന്നത് ഇൻഡെക്സ് അഡ്രസ്സിംഗ് വേണ്ടിയിട്ടാണെന്ന് ഇപ്പൊ മനസ്സിലാക്കുക. ദെൻ ലാസ്റ്റ് 15 ബിറ്റ്സ് representing address. Last 15 bit representing address.
last 15 bit representing address. Okay. Ini. What is the role of X that we are discussing? Here we have two type of addressing mode. With the help of X, we can identify two type of addressing mode. First one, direct addressing mode. Direct addressing mode. When X equal to 0, target address equal to address. അതായത് ഈ ഒരു ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റിൽ വെൻ എക്സ് ഈക്വൽ ടു 0 ഈ ഒരു അഡ്രസ്സിലാണ് നമ്മുടെ ഓപ്പറന്റ് ഉണ്ടാവുക. ഓപ്പ് കോഡ് ചെയ്യുന്നു എക്സ് ഈക്വൽ ടു 0 ഈ ഒരു അഡ്രസ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓപ്പറന്റിനെ കിട്ടും. ടാർഗറ്റ് അഡ്രസ് മീൻസ് വേർ ദി ഓപ്പറന്റ് റിസൈഡ്സ്. ആൻഡ് വെൻ എക്സ് ഈക്വൽ ടു 1 which indicate indexed addressing mode. X equal to 1 which indicate indexed addressing mode. അപ്പോൾ ആ ഒരു ടാർഗറ്റ് അഡ്രസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ടാർഗറ്റ് അഡ്രസ് കണ്ടുപിടിക്കാൻ വേണ്ടി ആ മെമ്മറിയിൽ പറഞ്ഞ അഡ്രസ്സിനോട് കൂടി ഈ ഇൻഡെക്സ് വാല്യൂം കൂടി ആഡ് ചെയ്യണം. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒന്ന് റെപ്രസെന്റ് ചെയ്യാം. സപ്പോസ് നമ്മളെ ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റിൽ അഡ്രസ് ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് address is represented by 15 bits. 15 bits we are representing the address. Suppose ADDRESS spelling നോക്കണ്ട കേട്ടോ. We are representing address in 15 bits. Suppose that address like 1000 ആണ് address എന്ന് കരുതുക. Which means our operand target address means target address here it is 1000. 1000 പോയി കഴിഞ്ഞാൽ നമുക്ക് ഓപ്പറന്റിനെ കിട്ടും. This is simple addressing mode. Address represented in 15 bits. Suppose it is 1000, target address is 1000. Okay. Then when we are considering indexed addressing mode ആണ് എങ്കിൽ there we have a index register X. X ൽ ഒരു വാല്യൂ ഉണ്ടാവും. സപ്പോസ് അത് 20 ആണെന്ന് കരുതാം. Here we are having an index register. X ന്റെ വാല്യൂ 20 ആണെന്ന് കരുതാം. Similarly there will be an address. ആ ഫോർമാറ്റിലും ഒരു അഡ്രസ് ഉണ്ടാവും represented in 15 bits എന്ന് കരുതാം. Suppose that address value is 2000. 2000 പോയി കഴിഞ്ഞാൽ നമുക്ക് ഓപ്പറന്റിനെ കിട്ടൂല. 2000 പോയാൽ നോ ഓപ്പറന്റ്. എവിടെ പോകണം നമ്മൾ ഓപ്പറന്റിനെ കിട്ടണമെങ്കിൽ 2000 പ്ലസ് നമ്മുടെ ഇൻഡെക്സ് വാല്യൂ 20 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ആർ ഗെറ്റിംഗ് 2020. അവിടെയാണ് നമ്മുടെ ഓപ്പറന്റ് ഉണ്ടാവുക. ദാറ്റ് ഈസ് ദി എക്സാമ്പിൾ. ദിസ് ഈസ് റിഗാർഡിംഗ് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ്. ഓക്കെ ഈ എക്സിന്റെ വാല്യൂ 1 ആവുമ്പല്ലേ ഈ ഇൻഡെക്സ്ഡ് വരുവാ? അതായത് ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റിൽ നമ്മൾ ഇൻഡെക്സ്ഡ് മോഡ് ആഡ് ചെയ്യുന്നു എങ്കിൽ ഇൻഡെക്സ്ഡ് മോഡാണ് കൺസിഡർ ചെയ്യണമെങ്കിൽ ആ ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റിൽ ബിറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് 1 ആയിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുക. അതായത് ഇവിടെ എക്സിന്റെ വാല്യൂ 1 ആയിട്ടാണ് ഉണ്ടാവുക. 1 ആണെങ്കിൽ ഇൻഡെക്സ്ഡ് മോഡ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കമ്പ്യൂട്ടറിന്. അപ്പൊ ഇൻഡെക്സ്ഡ് മോഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇൻഡെക്സ് രജിസ്റ്ററിലെ കണ്ടന്റും കൂടി എടുത്തിട്ടാണ് ടാർഗറ്റ് അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ അഡ്രസ്സിന്റെ ഒപ്പം 1 അല്ലേ ആഡ് ചെയ്യണ്ടേ? ഈ ഒരു ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് ഇൻഡെക്സ്ഡ് ആണോ ഡയറക്റ്റ് ആണോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് എക്സ്. 0 ആണെങ്കിൽ നമ്മൾ ഇൻഡെക്സ് രജിസ്റ്ററിനെ കൺസിഡർ ചെയ്യേ വേണ്ട. എക്സ് ബിറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സ്, അല്ലാതെ എക്സ് അത് ഇൻഡെക്സ് രജിസ്റ്റർ അല്ല കേട്ടോ. ഈ എക്സ് എന്ന് പറയുന്നത് ഇൻഡെക്സ് രജിസ്റ്ററിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം ഇവിടെ നമ്മൾ 1 അല്ലെങ്കിൽ 0 ഉണ്ടാവുള്ളൂ. എക്സ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് അവിടെ ഇല്ല. എക്സ് ക്യാൻ ഹാവ് ദി വാല്യൂ ഐദർ 1 or 0. ഇഫ് ദി 0 ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ടാർഗറ്റ് അഡ്രസ് കണ്ടുപിടിക്കാം. ഇഫ് ഇറ്റ് ഈസ് 1 നമ്മൾ ഇൻഡെക്സ് രജിസ്റ്ററിനെ കണ്ടുപിടിക്കണം. ഈ ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റിൽ ഇൻഡെക്സിന്റെ എക്സ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല. എക്സ് ക്യാൻ ഹാവ് വാല്യൂ 0 or 1. ക്ലിയർ അല്ലേ? എക്സ് അല്ല അവിടെ ഉള്ളത്. ഇവിടെയാണെങ്കിൽ എക്സിന് 0 എന്ന് പറയുന്ന വാല്യൂ ആണുള്ളത്. ഇവിടെയാണെങ്കിൽ എക്സിന് 1 എന്ന് പറയുന്ന വാല്യൂ. ഇഫ് ഇറ്റ് ഈസ് 0 നമുക്ക് ഡയറക്റ്റ് അഡ്രസ് കണ്ടുപിടിക്കാം. ഇഫ് ഇറ്റ് ഈസ് 1 ഇൻഡെക്സ് രജിസ്റ്ററിലെ ഡാറ്റ എടുത്തിട്ട് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. ക്ലിയർ അല്ലേ? ഓക്കെ. ദിസ് ഈസ് റിഗാർഡിംഗ് ഡിഫറെന്റ് അഡ്രസ്സിംഗ് മോഡ്. എക്സ് അതിനുള്ളിൽ ഉണ്ടെന്ന് കരുതരുത്. എക്സിനുള്ള വാല്യൂ 0 or 1 ആണ് നമുക്കുള്ളത്. അഖിൽ സി വി, അമൽ രവീന്ദ്രൻ, ആമിന, അനൈന റെസ്പോണ്ട് ചെയ്ത് ക്ലിയർ അല്ലേ? അനുപമ? ഓക്കെ.
എക്സ് അവിടെ ഇല്ല, എക്സിന് വാല്യൂ 0 or 1 ആണുള്ളത്. ഓക്കെ അനൈന, താങ്ക് യു. ദെൻ ലാസ്റ്റ് one more thing, different instructions available, different instruction set available in SIC machine. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. In order to perform load and store instruction, we have LDA, load accumulator, LDX, load index, STA, store accumulator, STX, store index register. Such load and store instruction we have in SIC machine. Load accumulator, load index register, store accumulator, store index register. Such instructions are available. Then add, sub, multiplication, division, such arithmetic, integer arithmetic operations are available. In order to perform comparison, we have a COMP instruction. We can perform less than or equal to or greater than. ഇങ്ങനെയുള്ള comparison perform ചെയ്യാൻ we are having COMP instruction. Then we have jump less than, jump equal to, jump greater than instruction for conditional jump. If it is jump less than, condition less than angle, we have to jump. If it is equal, we have to jump, jump equal. If it is greater, we have to jump. So conditional jump instruction we have in SIC machine. Okay. Then in order to access a subroutine, we have jump to subroutine, J sub. Then after performing the operation at the subroutine, we are coming back to main program, return subroutine. So we have jump to subroutine. ഇതിന്റെ നോട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്ന് ജസ്റ്റ് ഞാൻ പോയിന്റ് ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പം ജസ്റ്റ് ഒന്ന് ഓർക്കാം. We have jump to subroutine and return from subroutine instructions are available in SIC machine. അപ്പൊ നമുക്ക് ഇല്ലാത്തത് എന്താണ്? ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാനുള്ള ആവശ്യമൊന്നും നമുക്കില്ല, അതൊന്നും നമ്മുടെ കയ്യിലില്ല. Okay. We don't have instruction to perform floating point operation. We have load accumulator, store index register, load index register. Similarly, symbol, add, sub, multiplication, division, performing with the integer numbers only. Okay. We can perform comparison operation. We can perform conditional jump instruction. Then we can work with the subroutine. We can return from subroutine. Other instructions okay available on. Then last one, in order to communicate with the input output device, because it is a hypothetical machine, it can also interact with the input output machine. There we have two instructions. Read data denoted by RD. We can write a data into input output device denoted by WD. Okay. So നിങ്ങൾ ഇപ്പം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. It can SIC machine also can communicate with the external devices. There we have an instruction like read data. Read data means we are reading information from the input device, and we can also write data to device. That is WD. So this is all about today. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. Google